സമയങ്ങൾ, അതായത് ഒരാൾക്ക് സ്വയംഭോഗം ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിന്റെ സമയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചർച്ച ചെയ്യാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തെ തടയാൻ മറ്റ് ഒരു മാർഗവും അവന് കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നു ഖാസിം 1-ാം വാല്യം 290-ാം പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് അവൻ ഒരു നിലക്കും അവനെ വ്യഭിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല, അവൻ വ്യഭിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവന്റെ മുമ്പിലുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ്. എന്തിനു വേണ്ടി? വലിയ ഒരു തെറ്റിൽ നിന്ന് ലഘുവായ ഒരു തെറ്റിനെ സ്വീകരിക്കുക എന്നതാണ്. വ്യഭിചാരം എന്നുള്ളത് വലിയൊരു തെറ്റാണ്, മഹാപാപമാണ്. ആ മഹാപാപത്തെ ഒരു ലഘുവായ തെറ്റുകൊണ്ട് സ്വയംഭോഗം എന്നുള്ള മാർഗം അവന് സ്വീകരിക്കാവുന്നതാണ്. അവൻ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് വ്യഭിചാരം എന്നുള്ളത്. അത് അവന് സ്വീകരിക്കാവുന്നതാണ്. സ്വയംഭോഗം ആ ഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നു ഖാസിം 1-ാം വാല്യം 290-ാം പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, ആർത്തവകാരിയായ ഹൈലുകാരിയായ ഭാര്യയെ അവന് സംയോഗം ചെയ്യൽ ഹറാമാണ്, മഹാപാപമാണ്. ഹൈലുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യൽ മഹാപാപമാണ്. അവനെ ഭാര്യയുമായി സംയോഗം ചെയ്തില്ലെങ്കിൽ അവൻ മറ്റൊരു വ്യഭിചാരത്തിലേക്ക് കടക്കും, അവൻ മറ്റുള്ള മാർഗങ്ങൾ തേടിപ്പോകും എന്നുള്ള ഘട്ടം ഉണ്ടെങ്കിൽ അവിടെയും അവൻ ഹൈലുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നു ഖാസിം 1-ാം വാല്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഹൈലുകാരിയെ സംയോഗം ചെയ്യൽ വലിയ പാപമാണ്, മഹാപാപമാണ്. പക്ഷെ അതിനേക്കാളും വലിയ പാപമാണ് മറ്റുള്ള വ്യഭിചാരത്തിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോ വ്യഭിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭാര്യ സംയോഗം ചെയ്യൽ ഹലാലാണ്. ആ ഹലാലായ ഭാര്യയെ തന്നെ ഒരു ഹറാമായ ഘട്ടങ്ങളിൽ ഹൈലുകാരിയായി, അവൾ മെൻസസ്കാരിയായി എന്ന ഘട്ടത്തിൽ ഹറാമാണ് എങ്കിലും മറ്റുള്ള മാർഗം തേടി പോകുന്നതിന് പകരം അവൻ ഇത് സ്വീകരിക്കാവുന്നതാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയാണ് നമുക്ക് മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് ഈ മാർഗങ്ങൾ കാണിച്ചു തന്നത്. അല്ലാതെ ഇതൊരു നമുക്ക് ഹലാലായ മാർഗം